അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമുഖങ്ങളില്ലാതെ ചരിത്ര കഥയിലേക്ക് കടക്കുകയാണ്. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്ര കഥയിലേക്ക് സ്വാഗതം. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ് എന്ന് വിശുദ്ധ ഖുർആൻ, അതായത് ഏറ്റവും കഥകളിൽ രസകരമായ കഥ നിങ്ങൾക്ക് നാം പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യൂസഫ് സൂറയിലൂടെ അള്ളാഹു പറഞ്ഞ രസകരമായ ചരിത്ര കഥയാണ് പൂവണിഞ്ഞ സ്വപ്നം. അത് നിങ്ങൾക്കായി ഇങ്ങനെ സമർപ്പിക്കുന്നു. ഉലകങ്ങളടക്കം കായിനാതാകെ സൃഷ്ടിത്തെ ഉടയോനിൽ പൂകളും തല്ലും പകല് നൂറുല്ലാഹ് നബിയിൽ ഉരത്തേറ്റം സ്വലാവാത്തും സലാമും നല്ല വിധമരി കരാലിൽ ചൊല്ലായി. അംദുറോബ് ദ്വീപ് മുത്തുക്കോയ തങ്ങൾ ദ്വീപിൽ ജനിച്ചു വളർന്ന മാനവറുകൾ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആലുവ കുന്നത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏതായാലും മഹാനവറുകൾ രചിച്ച കാവ്യമാണ്, അതായത് വിശുദ്ധ ഖുർആൻ വളരെ രസകരമായി പ്രതിപാദിച്ച കഥ ഒരു പദ്യരൂപേണ അദ്ദേഹം രചിച്ച ചരിത്ര സംഭവം അദ്ദേഹം തുടങ്ങുന്നത് സർവശക്തനായ റബ്ബിൽ 1000 ഹംദുകൾ അർപ്പിച്ചുകൊണ്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും അവിടുത്തെ അനുയായികളിലും സലാത്തും സലാമും വർഷിപ്പിച്ചുകൊണ്ടും അദ്ദേഹം തൻ്റെ കവിത രചനക്ക് തുടക്കം കുറിക്കുകയാണ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബിക്ക് സാറയിൽ നിന്ന് കടശിപ്പുത്തിരനുണ്ട് ജനിക്കപ്പെട്ട് വിവിധ കരുണയാൽ ഇസ്ഹാക്കം നവർ പേരിട്ട് കുളിർമയിൽ വളർത്തപ്പെട്ട് 4000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയമുള്ള ഒരു ലോകമാണല്ലോ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സാറാ ബീവിയും മറ്റൊന്ന് ഹാജറ ബീവിയും. സാറാ ബീവിയുടെ സന്താനഭാഗ്യം ലഭിക്കാത്ത കാരണത്താൽ സാറാ ബീവിയുടെ സമ്മതത്തോടുകൂടെ മഹദിയായിരിക്കുന്ന ഹാജറ ബീവിയെ കല്യാണം കഴിക്കുകയും ഹാജറയിൽ ഇസ്മായിൽ എന്ന കുട്ടി ജനിക്കുകയും ഉണ്ടായി. അങ്ങനെ വാർദ്ധക്യം എത്തി നിൽക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി, അഥവാ സാറാ ബീവിയിലൂടെ ഒരു കുട്ടി ജനിക്കുകയാണ്. ആ കുട്ടി ജനിച്ചു എന്ന് മാത്രമല്ല, ആ കുട്ടിക്ക് അവർ പേരിട്ടത് ഇസ്ഹാക്ക് എന്നായിരുന്നു. ഇസ്ഹാക്ക് വളർന്നു വലുതായി അങ്ങനെ നബിയായി എന്ന് മാത്രമല്ല, ആ ഇസ്ഹാക്ക് നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവത്വത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണല്ലോ തൻ്റെ കുട്ടിക്കൊരു കല്യാണം കഴിച്ചു കൊടുക്കുക. എന്നാൽ മഹാനായ ഇസ്ഹാക്ക് നബി അലൈഹി സ്വലാമിലേക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പുതുപെണ്ണിനെ അന്വേഷിച്ചുകൊണ്ട് അവർ പോയിരിക്കുന്നു. ആരാണ് അവരെന്ന് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ തന്നെ പറയുന്നതായിരിക്കും ശരി. വലുതായി മകൻ സർവഗുണ സമ്പൂർണരാം ഏറ്റം വളർമയിൽ നബിയായിട്ടറുസലല്ല ഉടനെ ബദ്വീദിൻ മണിമോള മൂടിത്താർ നല്ല സഖിസുഖമെടുക്കെയ്തില്ല എതിരേറ്റേ അതിർപ്പൂ കമ്മനിക്കുളു തിരുനാമം ഇശമ്പും തലത്തിലും റഫ്ഖാനുണ്ട് അവരിൽ ഇറയവൻ്റെ മറികൾ ഗർഭം ധരിത്ത് കൊണ്ട് പ്രസവം അടുത്ത് കണ്ട്. അങ്ങനെ തൻ്റെ പൊന്നോമന പുത്രൻ ഇസ്ഹാക്ക് കല്യാണപ്രായമെത്തിയപ്പോൾ മാതാപിതാക്കൾ തന്നെ അതാ ഒരു പെണ്ണന്വേഷിച്ചു കണ്ടെത്തി. ബദ്വീദ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രധാനിയായ വ്യക്തിയുടെ മോളായിരുന്നു റഫ്ഖാൻ ബീവി റളിയല്ലാഹു അൻഹ. റഫ്ഖാൻ എന്നു പേരുള്ള കുട്ടിയെ മഹാനായ ഇസ്ഹാക്ക് നബി അലൈഹി സ്വലാമിനിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും അങ്ങനെ അവരുടെ ദാമ്പത്യം ഇതാ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആഴ്ചകൾ കൊല്ലങ്ങളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു കടന്നു എന്ന് മാത്രമല്ല, കാലചക്രം കറങ്ങി
അങ്ങനെ യഥാ അവർക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയിരിക്കുകയാണ്. നമ്മുടെ ഭാഷയിൽ അതാ വിശേഷം വന്നിരിക്കുകയാണ്. എതിരേറ്റയാതർപ്പോ കമ്മനിക്കുള് തിരുനാമം ഇശമ്പും തലത്തിലും റഫ് ഖാനുണ്ട് അവരിൽ ഇറയവൻ്റെ മറിയൽ ഗർഭം ധാരിത്ത് കൊണ്ട് പ്രസവം അടുത്ത് കണ്ട്. അങ്ങനെ മഹദിയായിരിക്കുന്ന റഫ്ഖാൻ ബീവി റളിയല്ലാഹു അൻഹ അതാ സാധാരണ സ്ത്രീകൾ ഗർഭം ചുമന്നതുപോലെ തന്നെ ചുമന്നിരിക്കുന്നു. പക്ഷേ എന്തൊരു അത്ഭുത സംഭവം അവിടെ നടക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. എന്താണത് എന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കവി പറയുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. പതിവ് പോൽ വീലാദത്തെ എതിർ പാർത്തങ്ങിയിരിക്കുമ്പൽ മാനവീ താനൈ തിരു ബാത്തനകത്ത് ബത്ത് ബാലർ രണ്ടുരക്കും ജഗം ശ്രവിത്ത് അവരതിൽ ശ്രദ്ധിച്ചോർത്ത്. അത് മറ്റൊന്നുമായിരുന്നില്ല, റഫ്ഖാൻ ബീവി റളിയല്ലാഹു അൻഹായുടെ ഗർഭത്തിലുള്ളത് 2 കുട്ടികളാണ്. ആ 2 കുട്ടികൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. മഹദി അവർകൾ ഇങ്ങനെ തൻ്റെ ചവിട് പള്ളയിലേക്ക് വയറിലേക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ ചവിടോർക്കുകയാണ്. ആ സമയത്താണ് 2 കുട്ടികൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നു ആ 2 കുട്ടികൾ സംസാരിച്ചിരുന്നത് എന്ന് കവി തന്നെ പറയട്ടെ. ഉദരത്തിന്നൂനൈ മുന്നം പിറക്കുകിൽ ആനമാതയുടകൂത്തം പോളിത്തുബം ദിടും ശക്കില്ല മറ്റോറുരത്തന്തേ ഫീഴലൊട്ടും ഉചിതമല്ല ഉന്നയത് വിധം ചെയ്യല്ല. 2 കുട്ടികൾ തമ്മിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രംഗമാണ് മഹദിയായിരിക്കുന്ന റഫ്ഖാൻ ബീവി റളിയല്ലാഹു അൻഹ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു സംസാരം? ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറയണം, ഞാനാണ് ഉമ്മയുടെ വയറ്റിൽ നിന്നും ആദ്യമായി പുറത്തേക്ക് പോകുക. ഈ സമയം മറ്റേ കുട്ടി പറയണടാ ഞാനാണ് പോകുക. അങ്ങനെ 2 പേരും തർക്കിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറഞ്ഞു, എടാ ഉമ്മയെ വേദനിപ്പിക്കാൻ പാടില്ല, നീ തന്നെ ആദ്യം പൊയ്ക്കോ എന്ന് പറഞ്ഞ് അനുവാദം കൊടുക്കുകയും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനം അതാ മഹദിയായിരിക്കുന്ന റഫ്ഖാൻ ബീവി റളിയല്ലാഹു തആല അൻഹ അത് വേണ്ട പ്രദമുന്നം വാഹിച്ചോ സമ്മതം തന്നെ അടുത്ത് ഞാൻ പിറന്നോളാം ഈവ മോളിന്തേ പിറകെ അരുൾവായാൾ കൂടൻ പേറ്റി വരുത്തം വന്തേ പ്രസവം ആദും കാശിന്തേ. അങ്ങനെ ഒരു കുട്ടി മറ്റേ കുട്ടിക്ക് വഴിമാറി കൊടുത്തപ്പോൾ അവിടെ സുഖകരമായൊരു പ്രസവം മഹദിയായിരിക്കുന്ന റഫ്ഖാൻ ബീവി റളിയല്ലാഹു തആല അൻഹ കാഴ്ചവെച്ചു എന്ന് മാത്രമല്ല 2 കുട്ടികളെയും റഫ്ഖാൻ ബീവി റളിയല്ലാഹു തആല അൻഹു വളരെ സുഖസുന്ദരമായി പ്രസവിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രസവമെല്ലാം കഴിഞ്ഞു. 2 കുട്ടികളെയും മഹാനായിരിക്കുന്ന ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ റഫ്ഖാൻ ബീവി റളിയല്ലാഹു തആല അൻഹയും അവർ താലോലിച്ച് അവർ 2 കുട്ടികളെയും ഇതാ ലാളിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. രംഗം അംദറോദി മുത്തുക്കോയ തങ്ങൾ ഇന്ന് കുന്നത്തേരി ആലുവായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ വിശദീകരിക്കുന്നു. അത് നിങ്ങൾ